മാഹിയിലേക്ക് ഒന്ന് പോകുന്നു. കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലും തെരഞ്ഞെടുപ്പ് സജീവമാണ്. അവിടെ വോട്ടിംഗ് ആരംഭിച്ചു. പോളിംഗ് ബൂത്തിലേക്ക് നേരത്തെ തന്നെ ആളുകൾ എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. സജോ ദേവസ്യ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് സജോ ദേവസ്യ. മാഹിയിൽ എന്ത് വിശേഷം? ഗുഡ് മോർണിംഗ് എസ് കെ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മാഹി ഗവൺമെന്റ് ഫ്രഞ്ച് ഹൈസ്കൂളിലാണ്. ഇവിടെ മാഹി എന്നത് പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കേരളത്തിനകത്തെ ചെറിയ പ്രദേശമാണ് മാഹി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മാഹിയിലെ മലയാളികൾ കേരളത്തിന്റെ ഭാഗമല്ലെങ്കിലും മലയാളികളാണ് മാഹിയിൽ വോട്ടർമാരായി എത്തുക. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സവിശേഷതകളുള്ള ഒരു സ്ഥലമാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ധാരാളം വോട്ടർമാർ ഇതിനകം തന്നെ കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിച്ചു. ധാരാളം വോട്ടർമാർ വോട്ട് ചെയ്ത് മടങ്ങുന്നുണ്ട്. ഇതിനിടയിലുമൊക്കെ ഒരുപാട് വോട്ടർമാരുള്ള ഒരു സ്ഥലമല്ല. മാഹിയുടെ ഒരു പ്രത്യേകത 31 പോളിംഗ് ബൂത്തുകളാണുള്ളത്. 31 പോളിംഗ് ബൂത്തുകളിലും വനിതാ ഉദ്യോഗസ്ഥരാൽ മാത്രം നിയന്ത്രിക്കപ്പെടുന്ന ബൂത്തുകളാണുള്ളത്. ഒപ്പം ഇവിടെ വന്നാൽ ഒരു പ്രത്യേകത, നമ്മുടെ കേരളത്തിലെ മറ്റിടങ്ങളിലേതുപോലെ അല്ലെങ്കിൽ കേരളത്തിലുള്ളതുപോലെയുള്ള പോസ്റ്റർ പ്രചാരണമോ വലിയ പ്രചാരണ കോലാഹലങ്ങളൊന്നും ഇല്ലാത്ത വളരെ നിശബ്ദമായി പ്രചാരണമൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. മറ്റൊന്ന്, ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് മത്സരരംഗത്തുള്ളത്. NDAക്ക് വേണ്ടി BJPയും ഇന്ത്യ മുന്നണിയും തമ്മിലാണ് പ്രധാന മത്സരം. ഒപ്പം മാഹി അല്ലെങ്കിൽ പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ മാഹിയിൽ മാത്രം CPM യുണൈറ്റഡ് റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് പിന്തുണയ്ക്കുന്നത്. അതേസമയം പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിൻ്റെ മറ്റ് ഇടങ്ങളിൽ അവർ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നു എന്നൊരു രാഷ്ട്രീയ സവിശേഷതയും കൗതുകവും ഒക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. പുതുച്ചേരി ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അതിനാകെ ഒരു ഒറ്റ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. വിവിധ ഇടങ്ങളിൽ ചിതറിക്കിടക്കുന്ന പ്രദേശമാണ്. അതിൽ കേരളത്തിൻ്റെ അകത്ത്, അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ചുറ്റും ഈ മാഹിക്ക് ചുറ്റും വടകര ലോക്സഭാ മണ്ഡലമാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആവേശപ്പോര് നടക്കുന്ന അല്ലെങ്കിൽ ഇഞ്ചോടിഞ്ച് പ്രചരണവും പോരാട്ട വീര്യവും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് വടകര. ആ വടകര ലോക്സഭാ മണ്ഡലം ഇതിന് ചുറ്റുമുണ്ട്. അവിടെ പ്രചരണ ആവേശം കൊഴുക്കുമ്പോൾ ഇവിടെ വോട്ടിങ്ങിലേക്ക് കടന്നു കഴിഞ്ഞു എന്നൊരു സവിശേഷതയുണ്ട്. ഒപ്പം ഇന്ത്യ മുന്നണിയും NDAയും തമ്മിലുള്ള നേരിട്ടുള്ള പോര് നടക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതിൽ മാഹിയിൽ മാത്രമായി വ്യത്യസ്തമായൊരു നിലപാട്, ഇന്ത്യ മുന്നണിയിൽ നിന്ന് വ്യത്യസ്തമായൊരു നിലപാട് CPMന് രാഷ്ട്രീയമായി സ്വീകരിക്കേണ്ടി വന്ന ഒരു പ്രദേശമെന്ന പ്രത്യേകതയുണ്ട്. അങ്ങനെ രാഷ്ട്രീയമായി ധാരാളം സവിശേഷതകളുണ്ട്. ഇവിടെ നിരവധി വോട്ടർമാർ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. രാവിലെ തന്നെ പരമാവധി വോട്ടർമാർ രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നു, വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്നു. തിരഞ്ഞെടുപ്പ് ആവേശം എന്നത് എല്ലായിടങ്ങളിലും തന്നെ ഉണ്ട്. പക്ഷം അതിനൊരു 95% വോട്ടർമാരും മലയാളികൾ തന്നെയാണ്, അല്ലെങ്കിൽ മലയാളം മാതൃഭാഷയായിട്ടുള്ളവർ തന്നെയാണ്. കാരണം കേരളത്തിൻ്റെ ഭാഗമാണ്. മറ്റ് ഭാഷകൾ ഫ്രഞ്ചും തമിഴും ഒക്കെ മാതൃഭാഷയായുള്ള വളരെ കുറച്ച് ആളുകളുമുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം പേരും മലയാളികളാണ്. മലയാളികൾ ഇനി ഒരാഴ്ചയോളം കാത്തിരിക്കണം യഥാർത്ഥത്തിൽ പോളിംഗ് ബൂത്തിൽ എത്താൻ, അല്ലെങ്കിൽ കേരളത്തിലുള്ള വിവിധ മണ്ഡലങ്ങളുള്ളവർ. പക്ഷേ അതേസമയം ധാരാളം മലയാളി വോട്ടർമാർ ഇന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു എന്നൊരു സന്തോഷം നമ്മൾ മാഹിയിൽ വരുമ്പോൾ ഉണ്ട് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ എല്ലായിടങ്ങളിലും നമ്മൾ മിക്ക ബൂത്തുകളും സന്ദർശിച്ചു. ഇവിടങ്ങളിലെല്ലാം ഉള്ളൊരു പ്രത്യേകത, പുലർച്ചെ രാവിലെ തന്നെ, അതായത് 6 മണിയോടുകൂടി തന്നെ 7 മണിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകൾ വന്ന് ക്യൂ നിൽക്കുന്നതൊക്കെ കാണാമായിരുന്നു. അങ്ങനെ ജനാധിപത്യ ഉത്സവത്തിൻ്റെ ഭാഗമായ അവരുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി വോട്ടർമാരെല്ലാം ധാരാളമായി എത്തുന്നു എന്നത് തന്നെയാണ്. അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യവും ശക്തിയും എന്നുള്ളത്. അങ്ങോട്ടേക്ക് വോട്ടർമാർ ധാരാളമായി എത്തുന്നു എന്ന സവിശേഷതയുമുണ്ട്. ഒപ്പം ഈ സ്ഥാനാർത്ഥികളെല്ലാവരും, ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ മലയാളം മാതൃഭാഷയായവരില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം പുതുച്ചേരി കൂടുതലും തമിഴ് മാതൃഭാഷയായുള്ള സ്ഥാനാർത്ഥികൾ തന്നെയാണ് മത്സരരംഗത്തുള്ളത്. പക്ഷേ മാഹിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനാധിപത്യ അവകാശം വിനിയോഗിക്കുക എന്നതിൻ്റെ ഭാഗമായി വോട്ടർമാരെല്ലാവരും രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. അവർ വോട്ട് രേഖപ്പെടുന്നു. അത് മിക്ക ബൂത്തുകളിലുമൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രചാരണ ബഹളങ്ങളൊന്നും ഇല്ലാതെ തന്നെ വോട്ടർമാർ കാര്യമായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. അവരെന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇന്ത്യ മുന്നണിയും NDAയും സംബന്ധിച്ച് പുതുച്ചേരി സംസ്ഥാന ഭരണം സംബന്ധിച്ച് തന്നെ വലിയ തർക്കങ്ങളും അതിനിടെ കൂറുമാറ്റങ്ങളും ഒക്കെ കണ്ട ചരിത്രം പുതുച്ചേരിക്കുണ്ട്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്താണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന രാഷ്ട്രീയ കൗതുകമുണ്ട്. ഏതായാലും വലിയ തോതിൽ വോട്ടർമാർ കാര്യമായി തന്നെ എല്ലാ ബൂത്തുകളിലും പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു, വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു. ഇതിനകം തന്നെ നിരവധി വോട്ടർമാർ പോളിംഗ് ആരംഭിച്ച് വളരെ കുറച്ച് സമയമേ പിന്നിടുന്നുള്ളൂ എങ്കിലും ധാരാളം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് ഇതിനകം തന്നെ എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിട്ടുമുണ്ട്. SK. ഓക്കെ, താങ്ക് യു. സജു ദേവസ്യാണ് മാഹിയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.